ഇതിപ്പോ എവിടുന്നാ വന്നേ? എനിക്കറിയില്ല. ആ മയിൽ ഡാൻസ് കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? അതെ ഇംലി. പക്ഷേ ഇതേ ബണ്ടിയുടെ ടെറസിലേക്ക് നോക്ക്. അവർക്ക് ആ മയിലിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അങ്കിൾ അങ്കിൾ ഇപ്പൊ എന്റെ ഉന്നം കണ്ടോണം. കറക്റ്റ് ആ മയിലിന്റെ ദേഹത്ത് കൊള്ളു. ഞാനിന്ന് കാണട്ടെ നിനക്ക് എത്ര നല്ല ഉന്നമുണ്ടെന്ന്. നിനക്ക് തീരെ ഉന്നമില്ലല്ലോടാ ബണ്ടി. ബണ്ടി ബേർഡ്സിനെ കല്ലെറിയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതുമാത്രമല്ല, പീകോക്ക് നമ്മുടെ നാഷണൽ ബേർഡാ. അതിനെ കല്ലെറിഞ്ഞാ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അങ്കിളെ അങ്കിൾ മുതിർന്ന ആളല്ലേ, അങ്കിൾ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ബണ്ടി, നമുക്ക് താഴെ പോവാം. നമ്മൾ അതിനെ കൊല്ലുകയില്ല, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ട് ഫാം ഹൗസിലേക്ക് പോകും. അവിടെ ചെന്ന് ഇതിനെ കൂട്ടിലടച്ചിടണം. പീകോക്ക് ട്രാൻസ്ലേറ്റർ ഓൺ. പീകോക്ക് ട്രാൻസ്ലേറ്റർ ഓൺ. അതെന്താ വീർ? ഇനി ഈ പീകോക്കിന് നമ്മുടെ ലാംഗ്വേജും നമുക്ക് പീകോക്കിന്റെ ലാംഗ്വേജും മനസ്സിലാവും. ദേ നോക്ക്, അത് ഒരുപാട് പേടിച്ചിരിക്കുക. ഹലോ ഫ്രെഡ്, പേടിക്കണ്ട, ഞങ്ങള് നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ല. പക്ഷെ നീ ഇവിടെ എങ്ങനെയാ വന്നതെന്ന് പറയാവോ? എന്റെ ചിറകിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ വീടിന് മുകളിൽ ഇറങ്ങേണ്ടി വന്നത്. എന്റെ പേര് ഇംലിന്ന. ഇതാണ് വീർ. ഇത് ഞങ്ങളെ കൂട്ടുകാരൻ ചുൾബുൾ. ഞങ്ങള് നിന്നെ നന്നായിട്ട് നോക്കോളാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് ഞങ്ങൾ ശരിയാക്കി തരാം. നിന്റെ ചിറക് ശരിയാവുന്നത് വരെ നീ ഇവിടെ താമസിച്ചോ. വളരെയധികം നന്ദിയുണ്ട്. റോബോബോയ്, ഇതെന്താ ഇവിടെ മൊത്തം ഇരുട്ടായത്? പ്ലീസ് വേഗം കറണ്ട് വരാൻ എന്തെങ്കിലും വഴി ഒപ്പിക്കേ. അതെ അതെ, വേഗം ചെയ്യണം കേട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാനുള്ളതാ. ഏയ്, റോബോബോയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? റോബോബോയ്, പ്ലീസ് ഞങ്ങളെ സഹായിക്കൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാവുന്നേ. അതുവരെ നിങ്ങൾ എല്ലാവരും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ വെക്ക്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഇരുട്ടായി പോവും. നീ ആളുകളെ സഹായിക്കുവാനായി ഇവിടേക്ക് വന്നേ മതിയാകൂ. വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പ എല്ലായിടും നല്ല ഇരുട്ടാ. ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ആ മാഡ് മാക്സിന്റെ പണി തന്നെയാണ്. ആദ്യം നാട് മുഴുവൻ കരണ്ട് വരുത്താനുള്ള വഴി നോക്കണം. അല്ലാത്ത പക്ഷം ഇരുട്ടിന്റെ മറവിൽ എല്ലാ വീടുകളിലും മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൂപ്പ പെട്ടെന്ന് മുകളിൽ കൂടെ ഒരു കറുപ്പുമേഘം പറന്നുപോയി. അപ്പോഴാ ഇങ്ങനെയല്ല ഇരുട്ടായത്. വരൂ, നമുക്ക് ലാബിൽ പോയി CCTV ചെക്ക് ചെയ്യാം. നമ്മുടെ CCTVയിൽ എങ്ങനെ അതിന്റെ ഇമേജ് പതിഞ്ഞിട്ടുണ്ടോന്ന് നോക്കാം. അതെ, വരൂ. നമ്മുടെ CCTVയിലെ റോബോട്ടിന്റെ ഇമേജ് തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാകും. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. അവനെ ഉപയോഗിച്ച് ഇവിടെ കുറച്ച് വെളിച്ചമെങ്കിലും വരുത്താവല്ലോ. ഗുഡ് ഐഡിയ. എന്തു പറ്റി ഇംലി? വീർ എവിടെ പോയി? ഈ നാട്ടില് മുഴുവനും ഇരുട്ടാ. എല്ലാവരും ഭയങ്കര ടെൻഷനില്ല. എല്ലാ വീടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ഒരു ബൾബ് കൊണ്ടുവന്ന് വെക്കിച്ചിണ്ടു. ഞാൻ നക്ഷത്രത്തെ തന്നെ കൊണ്ടുവരാലോ. ബൾബൊക്കെ എന്തിനാ? അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. അച്ഛാ, ഒരു നക്ഷത്രം ദേ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വരുന്നു. വരൂ വരൂ. ചഡ്ഡാങ്കൾ എങ്ങോട്ടായി പോകുന്നേ? അതിന് മുകളിൽ കയറിയ പണി കിട്ടും. എനിക്ക് നക്ഷത്രങ്ങളുടെ മുകളിൽ കയറി നിന്ന് ചായ കുടിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. വണ്ടിയുടെ അമ്മ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം സ്റ്റാറാ, മനസ്സിലായോ? ജിന്റു, നീ എന്തൊക്കെയാ ചെയ്തത്?
വെച്ചതൊക്കെ കണ്ടു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നക്ഷത്രങ്ങൾ എങ്ങനെയാ താഴെ വന്നത്? കൊള്ളാവല്ലോ. ഇതെല്ലാം മുകളിലുള്ളവന്റെ ഓരോ അത്ഭുത പ്രവൃത്തികളാണ്. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. എന്റെ വീട്ടിന്റെ മുകളിൽ നക്ഷത്രങ്ങൾ കാണും. സ്റ്റുഡൻസ്, 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷൻ. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുറത്തുള്ള കുട്ടികളെയും കൊണ്ടുവരാൻ സാധിക്കും. അവരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയൂ. സാർ ഞാനായിരിക്കും എന്തായാലും ഫസ്റ്റ് വരിക. പിന്നെ എന്തിനാ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറിന് അല്ലെങ്കിൽ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് നല്ല ഡാൻസറാന്നുള്ള കാര്യം. ജിണ്ടു, ഈ വണ്ടി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവന്റെ ഡാൻസ് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തേ. നീ എന്താണ് ചെയ്യുന്നത്? ഇത് നിനക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമല്ല. സ്റ്റോപ്പ് ഇറ്റ്. സാർ എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല സാർ. ഞാനല്ല ഇത് ചെയ്യുന്നത്. സോറി സാർ. ഞാൻ ബോൺ ഡാൻസറാന്ന് തോന്നുന്നേ. മതിയാക്ക് ബണ്ടി. ഐ സേ സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്ത്. ഇവനിത് എന്താ പറ്റിയത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതാരോ മാജിക് ചെയ്യാണെന്നാ. മാജിക്കോ? ഇനി ജിൻടു എങ്ങാനോ ഇവിടെ ദേ അവിടെ നിൽക്കുന്നു. എനിക്ക് ജിണ്ടു മതിയാക്കടാ, മതി, ആവശ്യത്തിനായി. എന്നോട് ദയവായി ക്ഷമിക്കൂ സാറേ. എനിക്കത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. സോറി സാറേ, ഇവനെയും കൊണ്ട് എന്റെ ഓഫീസിലേക്ക് വരൂ. സർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത്രയും നല്ലൊരു ഡാൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടേയില്ല. അവന്റെ ആ ടാലന്റിനെ ഓർത്ത് അവനോട് ക്ഷമിച്ചേക്കൂ സാറേ. ആ പറഞ്ഞത് ശരിയാണ്. ഇത്രയും നല്ല ഡാൻസ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ബണ്ടി, ഇത്തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിൽ മഹാനായ ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെല്ലേ, പോയി പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് കോമ്പറ്റീഷനിൽ ജയിക്കണേ മോനെ. എങ്ങനെയെങ്കിലും ഈ ഡാൻസ് കോമ്പറ്റീഷൻ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഞാനും ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. ഇല്ല ചുൾബുൾ, നീ എങ്ങനെ ഇതിൽ പങ്കെടുക്കുക? എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ദേ കണ്ടില്ലേ? വീർ, നിന്റെ ടീം ഉറപ്പായിട്ടും ഫസ്റ്റ് വരുമല്ലോ. കൊള്ളാം ചുൾബുൾ, നീ ഇനി ഡാൻസ് കളിക്ക്. ചുൾബുൾ, നീ അവനെ ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പ്രിൻസിപ്പൽ സാർ പറഞ്ഞതല്ലേ നമുക്ക് പുറത്തുള്ള കൂട്ടുകാരെയും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാമെന്ന്. ചുൾബുൾ എന്റെ കൂട്ടുകാരനാ. അവൻ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യും. താങ്ക് യു വീർ. കം ഓൺ, ലെറ്റ്സ് പ്രാക്ടീസ്. ദേ അങ്ങോട്ട് നോക്ക്. ആ ജിണ്ടുവും അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ടീം എന്തായാലും തോറ്റു പോവും. എന്ത് രസമായി കളിപ്പാട്ടം കാണാൻ. ചുൾബുൾ, ഇത് കണ്ടില്ലേ? ഇതിനെ കാണാൻ ഒരു പാവക്കുട്ടിയെ പോലില്ലേ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഈ കളിപ്പാട്ടം എടുത്ത് കളയാനാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞുകൊണ്ട് ക്യാരറ്റ് കഴിക്കാൻ നല്ല രസമായിരിക്കും. വീർ, ഈ കളിപ്പാട്ടം കണ്ടു, എന്ത് രസവാ. നമ്മളെ ടെറസിൽ വന്നതാ. ഏതെങ്കിലും കിളി എവിടെന്നെങ്കിലും കൊത്തിയെടുത്തോണ്ട് വന്നിട്ടതായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ടെറസിൽ വീണത്. വീർ, ദേ കളിപ്പാട്ടം ചിരിക്കുന്നു. അതിന്റെ ഏതെങ്കിലും ബട്ടൺ ഓണായി കാണും. എന്റെ ഡോങ്കി സെൻസ് അപകട സൂചനയാണ് തരുന്നത്. അതിനെ എടുത്ത് കാണാം, വേഗം. Wing suit on.
സാറിന് എന്താ പറ്റിയത്? അറിയില്ല, അവൻ അനങ്ങുന്ന പോലെ ഇല്ല. വേഗം ഇവനെ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. ഇന്നത്തോടെ എന്റെ ബോസിന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകുമെന്നാ തോന്നുന്നേ.